സാധാരണ ജനങ്ങളുടെ അത്താണിയായ കിഴക്കമ്പലം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധം ശക്തം. 2020 പ്രവർത്തകർ ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മാവേലി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തിയാണ് കിഴക്കമ്പലം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടിയതെന്നാണ് 2020 പ്രവർത്തകരുടെ ആരോപണം. ആലുവ ചൂണ്ടിയിൽ നടത്തിയ പ്രതിഷേധ ജ്വാല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മാവേലി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനൊരു പ്രതിഷേധ ജ്വാല ഇവിടെ സംഘടിപ്പിക്കാൻ കാരണം ഇന്നലെ ഒരു വലിയ സങ്കടാവസ്ഥ 2020 നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സങ്കടാവസ്ഥ എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് മരുന്നുകൾ, വിലപ്പെട്ട മരുന്നുകൾ തന്നെ വളരെ വില കുറച്ച്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന വിലയേക്കാളും പകുതി വിലയ്ക്ക് മാത്രമല്ല അതിലും താഴെ വിലയ്ക്ക് കൊടുക്കുവാനുള്ള സംവിധാനത്തോടു കൂടി 2020 അമരക്കാരനായ 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ സാബു എം ജേക്കബ് സാറ് എടുത്ത തീരുമാനത്തിന്റെ ഫലമായി അവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ പോവുകയായിരുന്നു. ആ മാർക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ ഷോപ്പും തുറന്നിരിക്കുന്നത്. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി തുറന്ന ആ മെഡിക്കൽ ഷോപ്പ് ഇപ്പോഴത്തെ ചില ആളുകളുടെ പ്രേരണ മൂലം, ആളുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ നേതാക്കന്മാരായ ചില ഇടുങ്ങിയ സ്വാർത്ഥ താല്പര്യരായ അഴിമതി വീരന്മാരായ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്ന വൻകിട മുതലാളിമാർക്ക് കൂട്ടുനിൽക്കുന്ന മരുന്ന് ലോബികൾക്ക് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. യോഗത്തിൽ റെജി പ്രകാശ്, സന്തോഷ് മാത്യു, ജയകുമാർ കാവുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,